സർ വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാറാട് കലാപം പോലെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാകുമെന്നും ഒരുപാട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് നമുക്കറിയാം ഒരു മതേതര സംഘടനയല്ലേ, ഒരു തീവ്ര സംഘടനയല്ലല്ലോ, സംയമനം പാലിക്കുന്ന ഒരു സംഘടനയല്ലേ, മതേതര സംഘടനയല്ലേ. അപ്പൊ ആ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരം പ്രക്രിയകളും ഇത്തരം കലാപങ്ങളിലും കലാപാഹ്വാനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് കേവലം ഒരു മതഭ്രാന്തിന്റെ അടിസ്ഥാനത്തിലാണോ? അതിനെ നമ്മളൊരു അതിര് കടന്ന ഒരു പ്രസ്താവന എന്ന രീതി കണ്ടാൽ മതി. മാറാട് പോലത്തെ കലാപങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെ? ആരെങ്കിലും ആഗ്രഹിക്കുമോ അത്തരത്തിലുള്ള കലാപങ്ങളുണ്ട്? വർഗീയ കലാപങ്ങള് കേരളത്തിലെ ഉണ്ടാകാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹം അതിനെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെയുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കത്തുള്ളൂ. പക്ഷെ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ, ഒരു സാമൂഹിക സമുദായ സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് ചില പ്രസ്താവനകളിൽ ചില പാകപ്പിഴകളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയണം എന്ത് പറയരുത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളില്ല. വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുന്ന ചില പിഴവുകളെന്നൊക്കെ തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഈ മാറാടൊക്കെ എടുത്തിടുന്ന സമയത്ത് മറ്റാളുകളൊക്കെ വലിയ ഭീതിയോടുകൂടി പ്രസ്താവനയെ ശ്രദ്ധിക്കുകയും ചിലരൊക്കെ അതിനെ അവലംബിക്കുകയും ചെയ്യിക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാറാട് കലാപത്തിന് പിന്നിലെ ഇതാണ്. മുസ്ലിം ലീഗ് മാറാട് അതൊരു വർഗീയ സംഘർഷമായിരുന്നല്ലോ. അതൊരു വലിയ വർഗീയ സംഘർഷമായിരുന്നല്ലോ. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വലിയ വർഗീയ സംഘർഷമായിരുന്നു അത്. നമ്മൾ അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കാതിരിക്കുക അതായിരിക്കും നല്ലത്. കാരണം വലിയ പ്രശ്നങ്ങളായിരുന്നു ആ കേസും പഴക്കവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും മുസ്ലിം ലീഗ് ഒക്കെയാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ല പങ്കാളിത്തമുണ്ട്. അതായിരുന്നല്ലോ അത്. ഇവിടെ അങ്ങനെ ആയിരുന്നല്ലോ പ്രശ്നം നടന്നിരുന്നെന്ന് പറയും. അതിനകത്ത് അദ്ദേഹം പറയുന്നതിനകത്ത് അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടി വീണ്ടും അധികാരത്തിൽ, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി വീണ്ടും അധികാരം കൂടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് സമുദായങ്ങളെ രണ്ട് തലങ്ങളിൽ നിർത്തിക്കൊണ്ടാണ് അത് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അത്തരം കാര്യം ആവർത്തിക്കത്തില്ല കേട്ടോ. അത് അന്നത്തെ സാഹചര്യമായത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇനി അത് ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ ഭരണത്തിനകത്ത് നല്ല ഒരു പ്രാധാന്യമുള്ള തലത്തിലേക്ക് വരാൻ പോകുന്നു. അതിന്റെ സൂചനകളാണ്. അത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട്. 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറത്ത്, പ്രത്യേകിച്ച് മലപ്പുറത്ത് വെച്ച് തന്നെ പറയുന്നത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. മലപ്പുറത്ത് വെച്ച് തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഊന്നുന്നത് സമുദായത്തെ അല്ല ഊന്നുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയെ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വരുന്നത്. SNDP അവരുടെ സമുദായത്തിന്റെ അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറിയും കൂടെ ആണല്ലോ അത്. അപ്പൊ അങ്ങനെ വരുമ്പോ സമുദായ അദ്ദേഹത്തിന്റെ അണികളോടാണ് പറയുന്നത്, ഇവർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വീണ്ടും അധികാരത്തിന്റെ ഒരു വലിയ കേന്ദ്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. അധികാരത്തിന്റെ തണലിൽ ഇവരെല്ലാം പിടിച്ചെടുക്കും. അധികാരത്തിന്റെ ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം എല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ സമുദായത്തിന് കാര്യമായിട്ടൊന്നും തരുന്നില്ല. നമ്മുടെ സമുദായം ചോദിച്ചാൽ പോലും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവരുടെ ഭരണം കൂടെ വന്നു കഴിഞ്ഞാൽ, ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പണ്ട് വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത വിഷയത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെന്നാണ്. അത് മലബാർ പ്രദേശത്തേക്ക് SNDP യോഗത്തിന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ത്രസ്റ്റ്. ഇതിനകത്തിലാണ് ഈ മാറാടും ഒക്കെ അതിനകത്ത് കയറി വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്ത് പറയണം, നമ്മൾ ചില പ്രസംഗങ്ങളിലൊക്കെ ചിലപ്പോ വഴുതി പോകുന്നതിന്റെ ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ വിഷയം അദ്ദേഹം സജീവമായിട്ട് നിലനിർത്തുകയാണ്. അത് ഇതുകൊണ്ടാണ് ഈ സമുദായ പ്രശ്നങ്ങൾ എടുത്തിടുന്ന സമയത്ത് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായിരിക്കും മാറാടും ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കും? അതാണ് അദ്ദേഹം മറ്റൊരാശങ്ക പറയുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം പോലെയുള്ള പൊതുകാര്യങ്ങളിൽ വിട്ടിട്ട് ഇത്തരത്തിലുള്ള കലാപങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും, ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്തും ചെയ്യും എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നതിന്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാക്കുകൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് തന്നെയാണ്. ഇപ്രാവശ്യം UDF അനുകൂലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന ഏതാണ്ട് 10ഓളം ഇലക്ഷൻ സർവേകൾ സൂചിപ്പിക്കുന്നത് UDF ഒരു ചെറിയ മേൽക്കൈ ഉണ്ടെന്നാണ്. ഈ കഴിഞ്ഞ അവസാനം ഏറ്റവും പുതിയ
സർവേ ഒഴിച്ച് ഏറ്റവും പുതിയ സർവേ ആക്സിസ് പിന്നെ അവരുടെ സർവേ ആണ് ഏറ്റവും പിന്നെ ഏതാണ്ട് തുല്യാതുല്യം തൂക്ക് സഭ വരുമെന്ന് പറയുന്നത്. ചാണക്യയുടെ സർവേ ആണ് പറയുന്നത്. ബാക്കി സർവേകളൊക്കെ പറയുന്നത് ആർക്കും കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ളത് വേണ്ടി തന്നെയാണ്. ആ 10 സർവേകൾ ഒരേപോലെ തന്നെയാണെന്ന് പറയുന്നത്. അതിനകത്ത് അവർ ആവറേജ് പറയുന്നത് 75-76 സീറ്റുകളോടുകൂടി UDF കേരളത്തിൽ ഭരണത്തിൽ വരുമെന്നാണ്. പക്ഷെ ചാണക്യ മാത്രമാണ് പറയുന്നത് തൂക്ക് സഭ. ചാണക്യയുടെ സർവേ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ജെനുവിനാണ്. അതുകൊണ്ടാണ് ചാണക്യ നമ്മൾ എടുത്തു പറയാൻ കാരണം. അവര് പറയുന്നത് തൂക്ക് സഭയെ കേരളത്തിൽ സാധ്യതയുള്ളൂ. അല്ല BJP 5 മുതൽ 10 വരെ സീറ്റുകൾ BJP കിട്ടാമെന്നൊക്കെ. അതാണ് ലേറ്റസ്റ്റ് സർവേ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതോടുകൂടിയാണ് വെള്ളാപ്പള്ളി വീണ്ടും 2ാം പ്രസ്താവന തുടങ്ങിയത്. ഈ ഒപ്പീനിയൻ സർവേകൾ, അതായത് എക്സിറ്റ് പോൾ സർവേകൾ വന്ന ശേഷമാണ് വെള്ളാപ്പള്ളി ഇന്നലെ വീണ്ടും പ്രതികരിച്ചത്. അദ്ദേഹം വീണ്ടും പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ ഇവര് കോൺഗ്രസിനെ വിഴുങ്ങും. UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 27 സീറ്റ് വരെ മത്സരിക്കുന്നുണ്ട്. അവരുടെ നേതാക്കന്മാരുടെ അവകാശ പ്രകാരമാണെങ്കിൽ 20 മുതൽ 25 സീറ്റിൽ വരെ അവർ ജയിക്കാം. ജയിച്ചു വരുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കോൺഗ്രസിനെ വിഴുങ്ങാൻ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കക്ഷി ഒരു 22-23 സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന ഒരു കക്ഷിയാണെന്നിരിക്കട്ടെ, അവർക്ക് ഭരണത്തെ നിയന്ത്രിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. കാരണം ഏറ്റവും വലിയ കക്ഷിയാണ്, 2ാം കക്ഷിയായിട്ട് അത് മാറുകയാണെന്നുള്ളത്. പിന്നെ അത് തന്നെയല്ല, കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി തർക്കം ഇപ്പൊ വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ്. ജയിക്കുന്ന വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ വലിയ തർക്കം നിൽക്കുകയാണ്. പക്ഷെ ലീഗ് ഒരു നേതാവിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മത്സരിച്ചതില് പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനോടൊപ്പമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന്റെ പല തെളിവുകളും വന്നു കഴിഞ്ഞു. പല പ്രസ്താവനകൾ കൂടെ ലീഗിന്റെ നേതാക്കന്മാർ അതെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത്. ഇന്നലെ പാണക്കാട് അവിടെ നടന്നൊരു പുസ്തക ചടങ്ങിലും തന്നെ കൃത്യമായിട്ട് വന്നു. പാണക്കാട് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് ജനസമ്മതി നോക്കിയിട്ട് വേണം നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നുള്ളത്. കാരണം കോൺഗ്രസിനകത്ത് ഇപ്പൊ വലിയ തർക്കം നടക്കുകയാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്നതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മത്സരിക്കാത്ത ഒരു നേതാവ്, അദ്ദേഹം ദേശീയ നേതാവും കൂടാണ്, MP കൂടായ KC വേണുഗോപാലിന്റെ പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിനകത്ത് ഒരു ശക്തമായ വടംവലി നടക്കുന്നുണ്ട്. അഥവാ അധികാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിന്. അക്കാര്യത്തിന് ലീഗ് ഒരു പക്ഷം പിടിച്ചിരിക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അവര് സതീശനെ ഒരു പക്ഷത്തേക്ക് കൊണ്ടുപോവുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഒരിക്കലും ഇല്ലാത്ത പോലെ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്, UDFനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അവരുടെ പിന്തുണയോടുകൂടി അതാണ് മലബാറിലെ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. കാര്യം അതാണ്. മലബാറിലെ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ നല്ലതായിട്ട് നല്ല ശതമാനം ഇപ്രാവശ്യം UDFിലേക്ക് വരുന്നു. അത് വടക്കൻ ജില്ലകളെ സ്വാധീനിക്കപ്പെടാം. കണ്ണൂർ ഒഴിച്ച് ഉള്ള ജില്ലകളെ നന്നായിട്ട് സ്വാധീനിക്കുമെന്നാണ്. ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരുടെയൊക്കെ ഡേറ്റ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മലബാറിൽ നന്നായിട്ട് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു മുസ്ലിം സർവാധിപത്യത്തോടുകൂടി ഞങ്ങളാണ് ജയിപ്പിച്ചതെന്നുള്ള അധികാരത്തോടുകൂടി വന്നു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഒരു വർഗീയ സംഘർഷത്തെയും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ആ പ്രസ്താവന നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്.